Hi friends, welcome back. ഒരു ബ്രാൻഡ് അവരുടെ സ്വഭാവം അങ്ങോട്ട് മാറ്റിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ കണ്ട ഒരു രീതിയല്ല ഇപ്പോൾ കാണുന്നത്. മറ്റാരുടെയും കാര്യമല്ല, ഓപ്പോയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. OPPO Reno8 എന്ന ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഇവർ കുറച്ച് നന്നാവാൻ തീരുമാനിച്ചെന്ന് തോന്നുന്നു. ഈ അടുത്ത് നമ്മൾ റിവ്യൂ ചെയ്ത OPPO പാഡിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. OPPO പാഡ് എയർ. ഈ സംഗതി റിവ്യൂ ചെയ്ത എല്ലാവരും തന്നെ പറയുന്നുണ്ട് അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ്. ഓപ്പോയുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് വാല്യൂ ഫോർ മണി എന്ന വേർഡ് നമ്മൾ അധികം അങ്ങനെ കേൾക്കാറില്ല. പക്ഷേ അതിലത് സംഭവിച്ചു. പക്ഷേ അതിന് പോരായ്മകളുണ്ട്. വീഡിയോ കാണാൻ മറക്കണ്ട. ഒരു ടാബ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണാൻ ഞാൻ ഐക്കാർഡിലും എൻ്റെ സ്ക്രീനിലൊക്കെ കൊടുക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓപ്പോ ചെയ്തിരിക്കുന്ന മറ്റൊരു നല്ല കാര്യമാണ്. നല്ലൊരു ഒരു ബോധോദയം ഉണ്ടായ പോലത്തെ ഒരു സംഭവം. Reno8 ഈ ഒരു ഫോണും അതുപോലെ തന്നെ ഒരു നല്ല സംഗതിയാണ്. പക്ഷെ അത്ര കണ്ട് നല്ലതെന്ന് പറയാനില്ല, ചില പോരായ്മകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു തരാം, രണ്ടും ഞാൻ പറയാം. ഇവിടെ ഞാൻ ഇതിൻ്റെ ഓരോ ഘടകങ്ങളും വിവരിക്കാനല്ല പോകുന്നത്, യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം. അതായത് ഇതിൽ എന്തൊക്കെയാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്, എന്തൊക്കെയാണ് പോരായ്മയായിട്ട് തോന്നിയത്. എപ്പോഴും നമ്മൾ ഈ പ്രോ വേരിയൻറ്റിൻ്റെ കാര്യം ഭയങ്കരമായിട്ട് പറയും അൺബോക്സിങ് വീഡിയോയിലായാലും. ബട്ട് ഈ രണ്ടാമത്തെ ഒരു വേരിയൻറ്റിൻ്റെ കാര്യം അതിൻ്റെ ചെറിയ വേരിയൻറ്റ് എന്ന രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കത്തേ ഉള്ളൂ. അല്ലാതെ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, സത്യത്തിൽ ഇത് നല്ലതാണെന്ന് പറയാറില്ല. സോ ഇവിടെ നമ്മൾ ഇതാണ് നോക്കാൻ പോകുന്നത്. ഇത് എത്രത്തോളം നല്ലതാണ്, വാല്യൂ ഫോർ മണിയാണോ, ഓപ്പോ നന്നായോ, ഒന്നൊന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. സോ ആദ്യമായിട്ട് ഇതിൻ്റെ സ്പെക്ക് ഞാൻ എല്ലാം നേരത്തെ പറയില്ല, സൈഡിലെ സ്ക്രീനിൽ നിന്ന് എഴുതി കാണിക്കാം. എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് പറയുന്നത്. ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യാൻ, കയ്യിൽ പിടിക്കാൻ എങ്ങനെയുണ്ട്, ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ കംഫർട്ടബിൾ ആണ്. ഈ കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. 7.67 mm തിക്നെസ് മാത്രമേ ഉള്ളൂ. 179 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. ലൈറ്റ് വെയിറ്റ് ആണ്. കയ്യിൽ പിടിക്കാനും ഉപയോഗിക്കാനും ഒക്കെ കംഫർട്ടബിൾ ആണ്. ഈ കാര്യത്തിൽ ഒരു ഡൗട്ടും എനിക്കില്ല. 100% ഗ്യാരണ്ടിയാണ്. കയ്യിൽ പിടിക്കാനും ഉപയോഗിക്കാനും അടിപൊളിയാണ്. പക്ഷെ അതല്ലല്ലോ പോയിന്റ്. അതിനപ്പുറത്തോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എവിടെയാണ് ഈ ഓപ്പോ നന്നായി എന്ന് പറയുന്നത്? കാരണം ഇത് പണ്ട് തൊട്ടേ ഡിസൈൻ അവർ ഈ ഒരു സീരീസിൽ അടിപൊളിയാണ്. സോ ഓരോരോ ഘടകങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രൊസസ്സർ അല്ലെങ്കിൽ പെർഫോമൻസ്, ഇതിൽ ഇവരെന്ത് നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വില 30,000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. HDFC കാർഡിലൊക്കെ ഓഫറൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. 3,000 രൂപ ഓഫർ വരും. സോ 27,000 രൂപ എന്നതിൻ്റെ വില നമ്മൾ കണക്കാക്കിയാൽ ആ വിലയ്ക്ക് ഏത് പ്രൊസസ്സർ വെക്കാം? ഒന്നിലെ സ്നാപ്ഡ്രാഗൺ 870 വെക്കാം, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 778 വെച്ചിട്ടുള്ള ഫോണുകൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഒരു ഡയമൻസിറ്റി 1300 വെച്ചിട്ടുള്ള ഫോണുകളും അവിടെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. യെസ്, ഈ പറഞ്ഞ പ്രൊസസ്സറുകളെല്ലാം ആ റേഞ്ചിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇതിൽ ഡയമൻസിറ്റി 1300 എന്ന പ്രൊസസ്സറാണ് ഇരിക്കുന്നത്. ആ പ്രൈസിൽ മറ്റെല്ലാ ബ്രാൻഡുകളും നോക്കിയാലും ഈ ഒരു പ്രൊസസ്സർ തന്നെയാണ് അവിടെ ഗുഡ് എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു പ്രൊസസ്സറാണ്. സോ തീർച്ചയായിട്ടും നല്ലൊരു പ്രൊസസ്സർ ഓപ്പോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് താനും നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്മൂത്താണ്, യാതൊരു ഇഷ്യൂസും ഇല്ല. നൈസായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എക്സ്റ്റൻഡ് റാം പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 12 വരുന്നുണ്ട്. LPDDR4X റാം, UFS 3.1 സ്റ്റോറേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. ഓവറോൾ യൂസർ എക്സ്പീരിയൻസിൽ ഒരു പ്രശ്നവും ഇത്ര ദിവസമായിട്ട് എനിക്ക് തോന്നിയില്ല. ഗെയിമും കളിക്കാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിമുകളൊക്കെ കളിക്കാം. BGMI പോയല്ലോ, ഇനിയിപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി എന്ന് പറയാം. PUBG ന്യൂ സ്റ്റേറ്റ് ഉണ്ട്, എനിക്കത് കളിക്കുമ്പോൾ അത്രയും കൊണ്ട് കൈയോട്ട് വശത്തിലേക്ക് വന്നില്ല. അതുകൊണ്ടാണ് കോൾ ഓഫ് ഡ്യൂട്ടി എടുത്തിട്ടത്. നിങ്ങൾക്കതല്ല കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ ഗെയിമാണ് തോന്നുന്നെങ്കിൽ പറഞ്ഞോളൂ. അടുത്ത ദിവസം തൊട്ട് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ആ ഗെയിമിനെ ആയിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുക. സോ ഗെയിം ഏതായാലും പെർഫോമൻസ് അറിഞ്ഞാൽ മതിയല്ലോ. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. Reno8 പെർഫോമൻസ് വൈസ് കൊള്ളാം. അതേപോലെ തന്നെ റാം മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങളിലൊന്നും ഇഷ്യൂസ് ഇല്ല. യൂസർ എക്സ്പീരിയൻസിൽ ഈ ഫോണിൽ പ്രശ്നങ്ങളൊന്നും വന്നില്ല. നന്നായിട്ടുണ്ട്. കോള്, നെറ്റ്വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ട്? അതായത് യൂസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് വരുന്ന കാര്യമാണ്. എനിക്ക് ഒരു ഇഷ്യൂസും തോന്നിയില്ല. വൈഫൈ ആവട്ടെ, ബ്ലൂടൂത്ത് ആവട്ടെ, ഞാൻ ബ്ലൂടൂത്ത് ഇയർഫോൺ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്, വയേർഡ് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ വക കാര്യങ്ങളിലൊന്നും കണക്ടിവിറ്റി ഇഷ്യൂസ് ഇല്ല. കോൾ ഡ്രോപ്പ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇയർ പീസ് സഫീഷ്യൻ്റ്ലി ലൗഡായിരുന്നു. ഇഷ്യൂസ് ഇല്ല. ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിക്കുമ്പോഴും നന്നായിട്ടുണ്ട്. ടോട്ടലി നെറ്റ്വർക്ക് ആൻഡ് റിസപ്ഷൻ സംവിധാനങ്ങളെല്ലാം അടിപൊളിയാണ്. NFC പോലുള്ള സൗകര്യങ്ങളുണ്ട്. 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ടോട്ടലി ഇതിൻ്റെ നെറ്റ്വർക്ക് റിസപ്ഷനിലും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നവും ഞാൻ നേരിട്ടില്ല. സോ നല്ലൊരു നെറ്റ്വർക്ക് റിസപ്ഷനുള്ള നല്ലൊരു ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോണിലേക്ക് നോക്കാം. പിന്നെ ചില പോരായ്മകളല്ല എന്ന് കണ്ട് വിട്ട് കളഞ്ഞാലും അത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അതായത് 3.5 mm ജാക്ക് ഇല്ല, അതേപോലെ മെമ്മറി കാർഡ് സ്ലോട്ട് ഇല്ല. ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് മാർക്ക് ചെയ്തോളൂ. വാങ്ങിയതിന് ശേഷം അന്വേഷിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവും. ഞാനിത് ഉപയോഗിക്കാറില്ല രണ്ടും. അതുകൊണ്ടാണ് അത് ഞാനെന്നല്ല, ഈ റേഞ്ചിൽ മിക്കവാറും ഫോണുകളിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ മെമ്മറി കാർഡ് സ്ലോട്ടും അതുപോലെ 3.5 mm ജാക്കും ഒക്കെ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞു, എല്ലാം വയർലെസ്സിലേക്ക് പോവുകയാണ്. ബട്ട് എങ്കിലും ഇവിടെ അതില്ല എന്നുള്ളത് ഓർത്ത് വെച്ചോളൂ. പിന്നെ ഒരു പ്രധാന കാര്യം, എനിക്കിതിൻ്റെ ഡിസ്പ്ലേ വിഷ്വൽ എക്സ്പീരിയൻസിൽ തോന്നിയൊരു പോരായ്മയുണ്ട്. ഡിസ്പ്ലേക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല ബ്രൈറ്റായ ഡീസൻ്റായ ഡിസ്പ്ലേ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു, മെറ്റയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അവിടേക്ക് പോയപ്പോൾ കൊണ്ടുപോയത് ഈ ഫോണാണ്. ഡേ ലൈറ്റിലായാലും
മറ്റു പുറത്ത് ഇൻഡോറിലായാലും ലുലു മാളിൽ എൻ്റെ വൈഫാണ് ഇത് ഉപയോഗിച്ചത്, ഞാൻ ഉപയോഗിച്ചത് വേറെ ഫോണുകളാണ്. ബട്ട് അയാൾ ഇത് കൊണ്ട് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും ഉപയോഗിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, പക്കയായിരുന്നു. ഡിസ്പ്ലേ വിഷ്വൽ എക്സ്പീരിയൻസിൽ സൺലൈറ്റ് വിസിബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമേ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം വിഷ്വൽസ് ഒക്കെ, യൂട്യൂബിലൊക്കെ HDR വീഡിയോസ് തന്നെ നൈസായിട്ട് കാണാം, ഒരു പ്രശ്നമില്ല, അടിപൊളി സെറ്റപ്പാണ്. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ ഡീസൻ്റ് ആണ്. പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30,000 രൂപ റേഞ്ചിൽ വരുന്ന ഒരു ഫോൺ ഡിസ്കൗണ്ട് അടക്കം നോക്കി 27,000 എന്ന് വെച്ചോളൂ. എന്നാൽ പോലും അവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു സംഭവമുണ്ട്, ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ. അതൊക്കെ ആവാല്ലേ, പക്ഷെ ഇതിലതില്ല, ഇതിൽ മോണോയേ ഉള്ളൂ. അതൊരു പക്ഷേ നിങ്ങൾക്കൊരു വലിയ പോരായ്മയായിട്ട് തോന്നാം. കാരണം ഈ പ്രൈസിൽ എല്ലാ ബ്രാൻഡുകളും ഒരു വിധത്തിൽ ഇത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്, നല്ല ക്വാളിറ്റിയിലും കൊടുക്കുന്നുണ്ട്. ബട്ട് ഇവരത് കൊടുത്തിട്ടില്ല. ഈ ഫോണിനെ സംബന്ധിച്ച് പറയാവുന്ന ഒരു നല്ല പോരായ്മയാണിത്. പിന്നെ ഫിംഗർ പ്രിന്റ്, ഫേസ് അൺലോക്ക് അത്തരം മേഖലകളിലൊന്നും പ്രശ്നങ്ങളില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സ്മൂത്ത് ആണ്, ഫാസ്റ്റ് ആണ്. സോ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, പക്കയാണ്. കളർ ഓയസ് 12 ആണ്, 12.1 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 12. ഇതിനകത്ത് നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഫ്രാങ്ക്ലി ഒരുപാട് ഫീച്ചേഴ്സ് കൂടി ഇവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് അതെല്ലാം യൂസ് ചെയ്ത് വരുമ്പോൾ വളരെ നന്നായിട്ട് തോന്നി. ഞാൻ ആ ഫീച്ചറൊക്കെ ഓൾറെഡി അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 8 പ്രോയിലുള്ള രീതിയിൽ. അതൊക്കെ ഇതിലും ഉണ്ട്. പിന്നെ അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് എയർ ജസ്റ്ററുകൾ, അതായത് നമ്മൾ ഫോൺ ദൂരെ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ മുകളിലേക്കും താഴേക്കും ഒക്കെ സ്ക്രോൾ ആവുന്ന ഒരു സംവിധാനം. കോൾ വന്നാൽ എടുക്കാൻ വേണ്ടി ഫോണിൽ ടച്ച് ചെയ്യേണ്ട, ദൂരെ ഇരിക്കുകയാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, കോൾ അറ്റൻഡ് ആവും. അങ്ങനെയുള്ള ഒട്ടനവധി നല്ല നല്ല ജസ്റ്ററുകൾ, എയർ ജസ്റ്റർ ഫീച്ചറുകളുണ്ട്. അതേപോലെ ഫോൺ പവർ ഓഫ് ചെയ്യണമെങ്കിലും പാസ്വേഡ് വേണം എന്നുള്ളൊരു സംഗതി നല്ലൊരു സംഗതിയാണ്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ നഷ്ടപ്പെട്ടു പോയാലും കിട്ടുന്നയാളൊരു അടിച്ചു മാറ്റാൻ തീരുമാനിച്ചൊന്ന് ഓഫ് ചെയ്യാനോ റീസെറ്റ് ചെയ്യാനോ നോക്കിയാൽ നടക്കത്തില്ല നമ്മുടെ പാസ്വേഡ് ഇല്ലാണ്ട്. സോ അതൊരു നല്ല കാര്യമാണ്. ആൻറ്റി പീപ്പിംഗ് നോട്ടിഫിക്കേഷൻ, വേറെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഫോണിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരുന്ന സംവിധാനം, ഒമോജി പോലുള്ള സംവിധാനങ്ങൾ. പിന്നെ മൾട്ടി സ്ക്രീൻ കണക്ട്, അതായത് കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ ഓപ്പോയുടെ പാഡുകളിലേക്കോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ മൾട്ടി സ്ക്രീൻ കണക്ട് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൺ അങ്ങനെ തന്നെ ഓപ്പോയുടെ പാഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കണക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ഓപ്പോ പാഡിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ച സംഗതിയാണ്, കണ്ടിട്ടുള്ളവർക്കറിയാം. Reno 8 എന്ന ഫോൺ ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ കണക്ടിവിറ്റി ഒക്കെ വർക്ക് ചെയ്യുമല്ലോ. സോ ഒരു പിടി നല്ല നല്ല ഫീച്ചറുകൾ ഈ ഫോണിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇതെല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ യൂസ് ചെയ്യുകയും ചെയ്തു, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ ഫീച്ചറുകളെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം. നല്ല ഫീച്ചേഴ്സ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. മൊത്തം UIയിലും യൂസേജിൽ പ്രശ്നമൊന്നും കണ്ടില്ല, നന്നായിട്ടുണ്ട് ഇതിൻ്റെ OSM സെറ്റപ്പ് ഒക്കെ ഇപ്പോഴേക്ക്. അപ്പോൾ ഓപ്പോയുടെ മെയിൻ ഘടകമല്ലേ ക്യാമറ, അതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടു നോക്കിക്കോളൂ. ഇമേജുകൾ, ഡേ ലൈറ്റിലെ ഇമേജുകളും ആർട്ടിഫിഷ്യൽ ലൈറ്റിലെ ഇമേജുകളും ഒക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഇത് ഉപയോഗിക്കുമ്പോഴും എല്ലാം നന്നായിട്ട് തന്നെ നമുക്ക് വന്നു. റിസൾട്ടുകൾ ഈ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. പല സാഹചര്യങ്ങളിൽ എടുത്തിട്ടുള്ള ഇമേജുകൾ നിങ്ങൾക്ക് കാണാം, പലപ്പോഴായിട്ട് എടുത്തു കൂട്ടിയതാണ്. എല്ലാം തന്നെയും നന്നായിട്ടുണ്ട്. എൻ്റെ വൈഫാണ് ഇതൊക്കെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും എനിക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് റിസൾട്ട്. സോ നിങ്ങൾക്കിത് ഓക്കെ ആണോ എന്ന് നോക്കുക. കാരണം ഓപ്പോ എന്ന് പറയുമ്പോൾ പൊതുവെ ഇപ്പോൾ ഓപ്പോയുടെ ക്യാമറകളൊക്കെ പക്ക അടിപൊളി സെറ്റപ്പ് ആയെന്നാണോ ചേട്ടൻ പറഞ്ഞു വരുന്നതെന്നാണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനല്ല. ഞാൻ എടുത്തപ്പോൾ നല്ല നല്ല സെൽഫികളും കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റായിരുന്നു. പക്ഷേ എവിടെയാണ് പാളിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകളുടെ ഫോട്ടോസ് എടുത്തു, ഒന്ന് കണ്ടു നോക്കൂ. ഇത്രയധികം വെളുത്തൊരു കളറൊന്നും അല്ല, ഇത്രയധികം ലിഫ്റ്റിക്കും കാര്യങ്ങളൊന്നും അവൾ ഇടാറില്ല. ലിഫ്റ്റിക്ക് ഇടാറില്ല, പക്ഷേ ഇതിൽ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് അങ്ങോട്ട് ബ്യൂട്ടിഫൈ, എന്താ പറയുക, അങ്ങ് ടോപ്പാക്കിയിരിക്കുകയാണ് ബ്യൂട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ. സോ ഈ ഒരു സംഗതി അത് പെൺകുട്ടികളെ തിരഞ്ഞു പിടിച്ച് അവർക്ക് മാത്രം ഒരു മേക്കപ്പ് ഒക്കെ ഇട്ട് ഭംഗിയാക്കുന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്കത് ചെയ്തില്ലല്ലോ. സോ അപ്പോൾ എന്തായാലും ഈ ഒരു ഡിഫറൻസ് ഉണ്ട്. അത് സ്കിൻ ടോൺ എൻ്റെ കാര്യത്തിൽ വളരെ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മകളുടെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെയാണ് കിട്ടിയത്. സോ ക്യാമറയുടെ കാര്യത്തിൽ അപ്പടി നല്ലതാണ് എന്ന് ഞാൻ പറയില്ല. ഫോട്ടോസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള വ്യത്യാസം ഞാൻ കണ്ടു. ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചൂസ് ചെയ്താൽ മതി. വീഡിയോ 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് എടുക്കാം. നിങ്ങൾ ഈ കാണുന്ന പോലുള്ള നല്ല ക്വാളിറ്റി ഉണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ അവർ 4K ഒന്നും കൊടുത്തിട്ടില്ല. ബട്ട് ഓവറോൾ ക്വാളിറ്റി വലിയ കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ഉണ്ട്. വീഡിയോസ് ഒന്നും വലിയ അപാകതകളൊന്നും പറയാനില്ല. സ്റ്റെബിലൈസേഷനൊക്കെ തരക്കേടില്ലാതുണ്ട്. ഇത് സെൽഫി ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനുള്ള വീഡിയോ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട്? അത്യാവശ്യം നന്നായിട്ടുണ്ടോ? നിങ്ങൾക്കിത് മതിയോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. സോ അങ്ങനെയാണ് ക്യാമറയുടെ കാര്യങ്ങൾ. ഒരുവിധ ഐഡിയ കിട്ടിയല്ലോ. നന്നാക്കി, ഇവർ ഒരുപാട് മേഖലകൾ നന്നാക്കി. പക്ഷേ ഈ പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കുമ്പോൾ മാത്രം എന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സോ അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. യൂസ് ചെയ്ത് വന്നപ്പോഴാണ് ഇത് മനസ്സിലായത്. നോർമലി റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫോട്ടോസ് എടുത്ത് അങ്ങനെ റിവ്യൂ ക്യാമറ ക്വാളിറ്റി നോക്കി പോകും. പക്ഷേ മറ്റുള്ളവരെ എടുത്തെടുത്ത് ഇങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇനി ബാറ്ററി ലൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ, നല്ല ബാറ്ററി ലൈഫാണ്. ഒരു ദിവസമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈവനിന് പോയപ്പോൾ രാവിലെ ചാർജ് ചെയ്ത് കൊണ്ടുപോയതാണ്. വൈകുന്നേരം വരെ സുഖമായിട്ട് നിന്നു. വൈകുന്നേരം വരെ ഒരു 30-40% ബാക്കി ഉണ്ടായിരുന്നു. വലിയ ഹെവി യൂസ് ഒന്നും ഇല്ല എൻ്റെ വൈഫിന്. ഒരു മോഡറേറ്റ് യൂസാണ്,
ബട്ട് സുഖമായിട്ട് ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം സുഖമായിട്ട് കിട്ടും, ഇഷ്യൂസ് ഒന്നുമില്ല. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാറ്ററിയുടെ മേഖലയിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല ഉപയോഗിച്ച് വന്നപ്പോൾ. പിന്നെ കോളിൻ്റെ കാര്യത്തിൽ കരിയർ അഗ്രിഗേഷൻ ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ നെറ്റ്വർക്ക് റിസപ്ഷൻ ഇത്രയും നന്നായിരിക്കുന്നത്. അതും കൂടി ഉണ്ടെങ്കിലാണ് ഇത്രയും നന്നാവുള്ളൂ. പ്രത്യേകിച്ചും എൻ്റെ ഏരിയയിൽ ഇവിടെ ഇത്തിരി റേഞ്ചൊക്കെ കുറവുള്ള ഏരിയ, പക്ഷേ ഇവിടെയും നന്നായിട്ട് തന്നെ റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. സോ ഫൈനലി ഓപ്പോ ഒരു നല്ല ഫോൺ, ഓപ്പോയുടെ ഈ ഒരു സീരീസ് ഫോണുകളിൽ ഈ അടുത്ത കാലത്ത് നല്ല നല്ല പ്രോഡക്റ്റുകൾ ഇറക്കി തുടങ്ങിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉള്ളതിൽ ഏറ്റവും നല്ലത് ഇതാണെന്നല്ല പറയുന്നത്. ആ വിലയ്ക്ക് ഓപ്പോ ഇതുവരെ ഇറക്കിയ ഫോൺ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല വാല്യൂ ഫോർ മണി ഫോണായിട്ട് എനിക്ക് തോന്നി. പോരായ്മകളുണ്ട്, ഞാൻ പറഞ്ഞ പോരായ്മകളൊക്കെ ഓർത്ത് വെക്കുക, എന്നിട്ട് ചൂസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം, മറക്കാതെ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാരണം ഇതുപോലത്തെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരുപാട് പ്രൊഡക്റ്റ് റിവ്യൂസ് ഇനിയും വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.